Hello friends, this is Ranjit Krishnan from Silks Road. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞവർക്ക് ഇത് ആറ്റുകാലായിരുന്നു. ഇവിടെ ആറ്റുകാല കുറേ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയ ദിവസം ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് കുറച്ചൊന്നും ലേറ്റായി. സാധാരണഗതിയിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കാര്യം തീരുന്നതായിരുന്നു. അർച്ചനകളോ പെട്ടെന്ന് നടത്തി കിട്ടുന്നതാണ്. പക്ഷെ ഇന്ന് കുറച്ച് ഏതോ ഒരു ഫാമിലിയുടെ, അത് ഈ ആറ്റുകാല അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയുടെ എന്തോ ഒരു ഇത് നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് ഡിലേ വന്നു. എന്നാലും ദേവി അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു റോഡായിരുന്നു. അതിപ്പോൾ കുറച്ചൊന്ന് വലുതാക്കി. റോഡ് കുറച്ചുകൂടെ വീതി കൂട്ടി. ഇപ്പോൾ ആൾക്കാർക്ക് നടക്കാൻ സൗകര്യമില്ല എന്നുള്ള വീതി കൂട്ടിയപ്പോഴത്തേക്കും ഒരു നടക്കാനായിട്ട് ചെറിയൊരു ലൈൻ പോലെയാണ് വലിച്ചിട്ടേക്കുന്നത്. പക്ഷേ അവിടെ കൂടെ ഒന്നും നടക്കാൻ പറ്റില്ല. പണ്ട് ഇവിടെ ഭയങ്കര എന്താ പറയുക, സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഈ ഒരു അമ്പലത്തിൻ്റെ മതിലിൻ്റെ ആ ഭാഗം വരുന്ന സമയത്ത്. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ പുറത്തായി. ജംഗ്ഷനിൽ വലത്ത് ഇരിക്കുന്നതാണ് മണക്കാട് മാർക്കറ്റ്. നമ്മൾ കൂടുതലും മലയാളത്തിൽ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കേരളത്തിലാണല്ലോ. അതുകൊണ്ട് കേരളത്തിൽ മലയാളം മതി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് തമിഴിൽ സംസാരിക്കാം. പിന്നെ തമിഴല്ലാതെ തമിഴാളം എന്ന് പറഞ്ഞിട്ടൊരു ഇതല്ല, മലയാളം മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതി. അപ്പം നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടെടുക്കാം. ഇത് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രമാണ് മണക്കാടുള്ള. ഞാൻ കുറച്ച് പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് താമസമാക്കിയതിന് ശേഷം 1-2 പ്രാവശ്യം മാത്രമേ ഈ അമ്പലത്തിൽ പോയിട്ടുള്ളൂ. അതും ഇവിടെ താമസമാക്കി 15 വർഷത്തിന് ശേഷമാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഇതിലൂടെ ഇവിടെ ഇടത് സൈഡിലൊരു ചിത്ര അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. അമ്മയുടെ ഫ്രണ്ട് അനിൽകുമാർ എൻ്റെ വൈഫാണ്. ഇത് നമ്മൾ പോകുന്നത് അഗ്രഹാരത്തിലൂടെയാണ് കേട്ടോ. ഈ ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന അഗ്രഹാരത്തിലോട്ടാണ്. അതായത് കോട്ടയ്ക്ക് വെളിയിലുള്ള അഗ്രഹാരമാണ്, തെരുവാണ്. ഇന്ത്യയിൽ കോട്ടയ്ക്കകത്ത് താമസമുള്ള കോട്ടകളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ജനസാന്ദ്രത കൂടുതലുള്ള
ഒരു കോട്ട തിരുവനന്തപുരം കോട്ടയാണ്. കോട്ടയ്ക്ക് വെളിയിലുള്ള ബ്രാഹ്മണ തെരുവാണ്. കിഴക്കേ നടയാണ്. അപ്പുറത്തെ റോഡ് അടച്ചിരിക്കുന്നതുകൊണ്ട് ഈ റോഡ് ഭയങ്കര തിരക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റോഡിൽ കൂടെ അങ്ങ് പോകുമായിരുന്നു. ഇത് നേരെ കാണുന്നതാണ് നമ്മുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നേരെ കാണുന്നതാണ് തെക്കേ കോട്ടയാണ്. തെക്കേ കോട്ടയുടെ വാതിലാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ തന്നെ 2 മെയിൻ വാതിലുകളുണ്ട് തെക്കേ കോട്ടയ്ക്ക്. സൈഡ് കോട്ട മതിലാണ് കണ്ടത്. ഇവിടെ അടുത്ത റോഡ് പോകുന്നുണ്ട്. ഇത് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലോട്ടുള്ള വഴിയാണ്. പടിഞ്ഞാറേ നടയിൽ തന്നെയാണ് SP ഫോർട്ട് ഹോസ്പിറ്റലൊക്കെ വരുന്നത്. പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് എല്ലാം ഈ ഒരു റോഡിലാണ്. റീസെൻ്റ്ലി ആണ് ഇവിടെ റോഡ് പൊക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുവഴി പോയ സമയത്ത് ടാർ ചെയ്യാൻ വേണ്ടി ട്രീറ്റ് ചെയ്തിട്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇത് ഫുള്ളി ടാർ ചെയ്തിട്ടുണ്ട്. റോഡ് ഏകദേശം നല്ല രീതിയിൽ പൊക്കി വീതി കൂട്ടി. ഇതും തെരുവ് തന്നെയാണ്, കോട്ടയ്ക്കകത്തെ തെരുവാണ്. ഇവിടെയായിരുന്നു ശാസ്ത സ്വീറ്റ്സ് ഉള്ളത്. നല്ല മിൽക്കുമായിട്ടുള്ള നല്ല സ്വീറ്റ് കിട്ടുന്ന ഒരു ഏക ഷോപ്പാണ് ശാസ്ത സ്വീറ്റ്സ്. അവർ കേറ്ററിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലാണ് കാഞ്ചീപുരം ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രമുണ്ട്. ശ്രീ പത്മനാഭസ്വാമിയുടെ പടിഞ്ഞാറേ നടയിൽ തന്നെയാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഇവിടെ വലത്ത് സൈഡിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഇടത്ത് സൈഡിൽ ത്രിമൂർത്തി ക്ഷേത്രമുണ്ട്. നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഹ്മദേവന് ഒരു ക്ഷേത്രം ഉള്ളത് ഇവിടെയാണ് എന്ന്. ഇവിടെ ഒരു ശ്രീ ഉടുപ്പി ഹോട്ടലും ഒക്കെ ഉണ്ട്. അത് ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഉടുപ്പി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന അതേ ഹോട്ടലിൻ്റെ അവിടുത്തെ വിഭവങ്ങളുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇവിടെ കിട്ടുക. അപ്പം ഉടുപ്പി ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഈ പടിഞ്ഞാറേ നടയിലുള്ള ഉടുപ്പി ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ വന്ന ആ ഒരു ഫോർട്ട് ഹൈസ്കൂളാണ്. നമ്മൾ നേരത്തെ വന്നത് ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നത്
കരാൾക്കടയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തൂടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇത് സൈഡിൽ കാണുന്ന കോട്ടയാണ്, കോട്ടമതിലാണ് കേട്ടോ. ഇത് കോട്ട, അത് വടക്കേ എൻട്രൻസ് ആണ്, പണ്ടുണ്ടായിരുന്ന മെയിൻ എൻട്രൻസ് ആണിത്. ഇവിടെ കോട്ട അതേപോലെ തന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ അത് സംരക്ഷിക്കപ്പെട്ട ഒരു കോട്ടയായിട്ട് അവരാണ് മെയിൻ്റെനൻസ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ കേരളീയ ശൈലിയിലുള്ള കോട്ട ആണ് തിരുവിതാംകൂർ കോട്ടയെന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുന്നിൻ്റെ പുറത്തോ വല്ലതും ആയിരിക്കും കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഒരു ഭംഗിയാണ്. നമ്മളുടെ തിരുവനന്തപുരം കോട്ട സ്ഥിതി ചെയ്യുന്ന സാധാരണ പ്രതലത്തിലാണ്. അതിന് ചുറ്റും വീടുകളും ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും വ്യൂ ഒന്നും കിട്ടത്തില്ല. നമ്മളിപ്പം ഒരു ഡ്രോൺ ഉപയോഗിച്ച് പിക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോട്ടയുടെ യഥാർത്ഥ പിക്ചർ കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പം ഡ്രോൺ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല, കാരണം നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അപ്പം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് വീഡിയോസൊന്നും പിടിക്കാൻ പറ്റത്തില്ല. പിടിച്ചാൽ തന്നെ അതൊരു കുറ്റമാണ്. ട്രാഫിക്കാണ് ഇവിടെ പാലം എന്ന് പറയുന്നത്. കുത്തിക്കേറ്റിലാണ് മെയിൻ പരിപാടി. വണ്ടിയുടെ ട്രാഫിക് സിഗ്നൽ ഇല്ലാതിരുന്ന സമയത്ത് ഭയങ്കര ഹെവി ട്രാഫിക്കായിരുന്നു. നമ്മളൊക്കെ പേടിച്ച് നിൽക്കാറുണ്ട് ഈ റെയിൽവേ പാലത്തിൻ്റെ ഫ്രണ്ടിലല്ല പാലത്തേൽ. കാരണം ഓരോ വണ്ടി കയറുന്നുണ്ട് ഇങ്ങനെ കിടന്ന് കൂലുന്നു. പിന്നെ നടിയിൽ കൂടെ ട്രെയിനും പാസ് ചെയ്യുന്നതാണ് ഭയങ്കരമായിട്ട് പേടി തോന്നുമായിരുന്നു ആ സമയത്ത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ത്രിവേണി ആയുർവേദിക് നഴ്സിംഗ് ഹോം ഉണ്ട്. ചെറിയൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾ നേരത്തെ എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുള്ള റോഡാണിത്. അത് വഞ്ചിയൂരിൽ നിന്ന് പേട്ടയ്ക്കുള്ള റോഡാണിത്. വഞ്ചിയൂരിൽ നിന്ന് നമ്മൾ പഴയ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെ പേട്ടയ്ക്ക് പോകാം. പേട്ട മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കയറാം. ഇത് പേട്ട പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്താണ് ചെന്ന് കയറുന്നത്. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയും. ചോട്ടിലാണ് നമ്മുടെ പേട്ട പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്, അവിടെ ILD
തെറ്റിച്ച് ബൈക്കുകാരന്മാർ വരാറുണ്ട്. ബൈക്കുകാരൻ മാത്രമല്ല, ഓട്ടോക്കാരും ഉണ്ട്. കളിക്കുന്ന ബൂത്ത് ചെയ്യുന്നു. ഇവിടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ട്രാൻഡ് ഓഫീസാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത്.